ഹലോ ഗായ്സ്. ഗായ്സ്, നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡായിട്ട്. സോ ഇന്ന് നമ്മൾ നമ്മുടെ സ്കിന്നൊക്കെ ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് നമ്മൾ സ്കിന്ന്, ഓക്കെ, മൈൻക്രാഫ്റ്റിൽ. ഞാൻ അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫാമാണ്. സോ എന്തിൻ്റെ ഫാമാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിൽക്കുന്നതന്നെ, യെസ്, അയൺ ഫാം. വൈസ് നമ്മൾ അയൺ ഫാമാണ് ഇന്നത്തെ വീട്ടിൽ ഉണ്ടാക്കുന്നത്. അതിനുള്ള റിസോഴ്സസ് കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചെസ്റ്റിൽ സ്പിങ് അടിക്കുന്നതാണ്, സ്പിങ് നാട്ടിലെ ഇത്രയും സാധനങ്ങൾ മതി. എളുപ്പമുള്ളൊരു ഫാമാണ്. അതിൽ മറ്റേ ഓക്കിലോഗൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് എന്തിനാ വെച്ചാൽ മറ്റേ ഇതിനാണ്, നമ്മളെ വീടുണ്ടാക്കാൻ. നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ എപ്പിസോഡിൽ ഇന്ന് വീടുണ്ടാക്കാമെന്നാണ്. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തായാലും സെറ്റാക്കാം. നമുക്ക് അയൺ ഫാം വന്നിട്ട് കുറേ എഫ് കെ ഒക്കെ വന്നിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ കുറേ വില്ലേജസിന് ഇതുപോലെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് രാത്രി. അതിനെ കൊണ്ട് തന്നെ പോവില്ല. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവരെ വീട്ടിനുള്ള ഇവിടെ ഈ വില്ലേജിലുള്ള എല്ലാ ബെഡും പൊട്ടിക്കണം, എന്നാലേ ഈ ഒരു ഫാം വർക്കാകത്തുള്ളൂ. കാരണം നമുക്ക് വില്ലേജസിനെ കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. അതിനെ കൊണ്ട് നമുക്ക് അതെന്തായാലും ചെയ്യണം. ഇതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് റീജോയിൻ ചെയ്യേണ്ടി വരും, എന്നാലേ നമുക്ക് ഇതാവുള്ളൂ. റീജോയിൻ ചെയ്തിട്ട് കാണാം. നമ്മളിപ്പോൾ റീജോയിൻ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ആക്സ് ഉണ്ടാക്കണം, എന്നിട്ട് നമ്മളെ ഈ വീട്ടിലുള്ള എല്ലാ ബെഡും പൊട്ടിക്കണം. ആക്സിന് സ്റ്റിക്കില്ല, ഇത് പൊട്ടിക്കാം. രണ്ടെണ്ണം വേണ്ടേ, ഒന്നുകൊണ്ടല്ല രണ്ടെണ്ണം പൊട്ടിക്കണം. ഒരു ലോഗ് പൊട്ടിക്കേണ്ടി വരും അവിടുന്ന്. നമ്മളതിൽ സ്റ്റിക്ക് ഒന്നുമില്ല, ഒരു ലോഗില്ല. അപ്പോൾ അത് പൊട്ടിച്ച് നമുക്ക് പെട്ടെന്ന് ഒരു ആക്സ് ഉണ്ടാക്കണം. പിന്നെ നമ്മൾ എങ്ങനത്തെ വീടാണ് ഉണ്ടാക്കണമെങ്കിൽ കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ എല്ലാ ഞാൻ ഏതൊക്കെയാ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടുണ്ട്, അതിലൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ട്രീ ഹൗസ് ഉണ്ടാക്കാൻ. ഞാൻ അതന്നെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. മെയിൻ ബേസ് അല്ലാവില്ല, എന്നാലും കുറച്ച് കാലത്തേക്കുള്ളൊരു ബേസ്. പക്ഷെ എന്നാലും അതുണ്ടാക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് എന്താ എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ പേഴ്സണലി എനിക്കതാണ് ഇഷ്ടം. അതിനെ കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നമുക്ക് ഈ ടോർച്ച് എടുത്തിട്ടേ അവിടേക്ക് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് 3 വില്ലേജസാണ് വേണ്ടതിന്, പിന്നെ ഒരു സോംബി. ഇത്രേ ഉള്ളൂ ഫാം ഉണ്ടാക്കാൻ. പിന്നെ ഇത് നമുക്ക് ഷെയ്ഡർ ഇട്ട് കളിക്കണമെന്ന് നിങ്ങൾ പറയട്ടാ. ഷെയ്ഡർ വലിയ ഹൈ ഷെയ്ഡർ ഒന്നും ഇടാൻ പറ്റില്ല, എന്നാലും ലോ ആയിട്ടുള്ള ഷെയ്ഡേഴ്സ് ഒക്കെ ഇടാം വേണമെങ്കിൽ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇവനെ പുറത്തേക്ക് ഇറക്കാം അല്ലേ. ഇതെങ്ങനെ പൊട്ടിക്കുക ബെഡ് വെച്ച് തോന്നണേ. നമുക്ക് ഇന്ന് കിടക്കാം, എന്നിട്ട് നാളെ രാവിലെ ഈ ഫുള്ള് ബെഡ് പൊട്ടിച്ചിട്ട് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് രാത്രി ഇവന്മാരെ ഇങ്ങനെ പുറത്തേക്ക് ഇടാം. അപ്പൊ അതായിരിക്കും നല്ലത്. നമുക്ക് ഇന്നിപ്പോ എന്തായാലും കിടന്ന കേസ്. അവനെ ഇവിടെ വന്നോട്ടെ. അയ്യോ, പുറത്തേക്ക് ചാടി. ഇവനെ നമുക്ക് ഫസ്റ്റ് കിടന്നേക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മളിപ്പോ കിടന്നിട്ടുണ്ട്. ഇനി രാവിലെ ആയിട്ടുണ്ട്. ഇനി ഇവ അവിടുന്ന് ചാടി വന്ന ഓടാ അതിന്റെ ബാക്കിലുണ്ടാ, അതേ കാണിച്ചോണ്ട്. ഒന്നുകൂടെ പൊട്ടിയിട്ട് ഇവനെ എങ്ങനെയെങ്കിലും കൊല്ലണം ഗൈസ്. മാറി 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 പൊട്ടി. ഇപ്പോഴും പിങ് അങ്ങോട്ട് റെഡി ആയിട്ടില്ല. നെറ്റ്വർക്കിന്റെ ഒരു കുഴപ്പമാണ്. അടച്ചേക്ക പെട്ടെന്ന്. അടച്ചില്ലെങ്കിൽ ഒരുമാതിരി രസം ഉണ്ടാവില്ല. ഇവിടെയൊക്കെ ഒരു ഫുള്ളും കുഴിയായിട്ട് ഫുള്ള് ഇതുപോലെ ഇനി ഒരു 10 രൂപ പൊട്ടാണ്ടാവും. അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചാക്കണേനകരം അപ്പം പൊട്ടണ തന്നെ റെഡിയാക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോ മെയിൻ കാര്യങ്ങളൊക്കെ ചെയ്ത്, കാരണം നമ്മള് മറ്റേ ബെഡൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, ഇനി നിങ്ങൾ ഒരു 5x7 സംഭവം ഉണ്ടാക്കുക. ഇതുപോലെ ഈ ബെഡ് പൊട്ടിക്കണായിരിക്കും നല്ലത്. പിന്നെ ഒരുമാതിരിയാവും. 5x7 5 ഇങ്ങനെ ഇതുപോലെ 1 2 3 4 5. ഓക്കെ, 5. ഇനി നമുക്ക് 7 മുന്നോട്ട് കൊണ്ടുപോകണം. 1 2 3 അല്ലേ, അങ്ങനെ തന്നെ 1 2 4. ശരി ശരി, തെറ്റാണോ? 3 ബെഡ് വെക്കാനുള്ള സ്ഥലമാണ്. അപ്പൊ ശരി, ഓടുന്ന നൈസ്. തെറ്റിയില്ല. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുക നിങ്ങള്. 7 ബ്ലോക്ക് ഇങ്ങോട്ട് 1 2 3 4
5, 6, 7 ഇങ്ങനെ ആക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ മൂടുക, ഇതേപോലെ മൂടുക. ഇതെന്തിനാ വെച്ചാൽ ഇവരെ ഒരു ഇതിന് പകുതിയാക്കുന്നുണ്ട്. അതിൽ ബെഡും പിന്നെ ഫ്ലച്ചിങ് ടേബിളും വെക്കും. എന്നിട്ട് ഈ ഫ്ലച്ചിങ് ടേബിളും ബെഡും വെച്ചിട്ട് ഒരു സോംബീനെ ബോട്ടുമായി കയറ്റിയിട്ട് ഇരുത്തും. അത്രേ ഉള്ളൂ കാര്യം, എളുപ്പം ഉണ്ടാക്കാൻ. സോ നിങ്ങൾ ജാവ കളിക്കുന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നോ കുറെ മുന്നേ കളിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. എന്നിട്ട് ഈ ബെഡ് ഉണ്ടല്ലോ, ഈ ബെഡ് ഇവിടെ ഇങ്ങനെ 3 വെക്കുക. ഓക്കെ, ഈ 3 അവിടെ വെക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ വില്ലേജേഴ്സിനെ ആക്കണം. അതിന് മുന്നേ നമുക്ക് ഞാൻ ഇവിടെ മറ്റേ ജോബ് ബ്ലോക്ക് വെക്കേണ്ടി വരും. ജോബ് ബ്ലോക്കിനുള്ള സാധനം നമ്മുടെ അടുത്തില്ല. സോ അതൊക്കെ കളക്ട് ചെയ്യാണ്ട് ഫ്ലിൻ്റാണ് വേണ്ടത് മെയിനായിട്ട്. സോ നമുക്ക് അവിടെ ഒരു പുഴ ഉണ്ട്, അവിടെ പോയിട്ട് കുറച്ച് ഫ്ലിൻറ്റ് കളക്ട് ചെയ്തിട്ട് തരാം. സോ ഞാൻ ഇതൊക്കെ വലിയ പണിയാണ്. സോ ഞാൻ ഇതൊന്നും കാണിക്കുന്നതാണ്. അവിടെ കണ്ട അത് ഇവിടെ ഉണ്ട്. ഇത് കളക്ട് ചെയ്തിട്ട് കാണാം. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഭയങ്കര നേരം പിടിക്കും, വീഡിയോ ഭയങ്കര നീളാവും. ഞാൻ ഫ്ലച്ചിങ് ടേബിൾ മാത്രം മറന്നുപോയി റിസോഴ്സ് കളക്ട് ചെയ്യുമ്പോൾ. സോ നമുക്ക് ഇതൊന്ന് കളക്ട് ചെയ്ത് കാണാം. ഓക്കെ, സോ ഒന്ന് കിട്ടി. സോ നമുക്കിത് കളക്ട് ചെയ്ത് കാണാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ഈ പ്രിന്റ് കളക്ട് ചെയ്യുന്നത് നോക്കിയപ്പോൾ കണ്ടാണ് കായ്ച്ചത് മറ്റേ തണ്ടർ സ്റ്റോം. ഗൈസ്, ഇത് ഭയങ്കര റെയറല്ലേ? പക്ഷെ ബെഡ് റോക്കിൽ ഇത് കോമണാണ്. അപ്പോൾ ഇത് ഭയങ്കര റെയറാണ്. സോ നമുക്ക് കിടന്നേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചാർജർ ഇപ്പോൾ വല്ലതും വന്നാലും പറയാൻ പറ്റില്ലേ. വല്ല കോപ്പർ റോഡ് ഉണ്ടെങ്കിൽ മറ്റേ ചാർജർ കീപ്പർ ആക്കിയിരുന്നു. പക്ഷെ വേണ്ട ഗൈസ്, നമുക്ക് കിടന്നേക്കാം. ഗൈസ്, നമുക്ക് ബാക്കി പണിയിലോട്ട് പോകാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വന്നു. സോ ഫൈനലി ഗൈസ്, നമ്മളപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പണിയോ ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോഴും. ഈ വില്ലേജറാണെന്ന് പറഞ്ഞു, ബേബി വില്ലേജർ എനിക്കറിയില്ല. ഓക്കെ, നമ്മൾ സംഭവം ഫുള്ള് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ബട്ടൺ ഇവിടെ എല്ലായിടത്തും വയ്ക്കണം. അയൺ ഗോളൊന്നും സ്പോണാവിടെ കാണില്ല. നമ്മൾ പണിയെല്ലാം തീർത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നമുക്ക് കുറച്ച് ബാക്കോട്ട് ആക്കി വെക്കേണ്ടി വരും. എന്നിട്ട് ആ ബെഡ് ഒന്ന് നേരിക്കാം. ഒക്കെ അടിയിട്ടുണ്ട്. ഈ ബെഡ് ഇവിടെ ഉണ്ടായതിനെ കൊണ്ടാണ് പണിയാവുന്നത്. നമുക്ക് എന്തായാലും ഈ ബെഡൊക്കെ കയ്യിലായിട്ട് എടുക്കുക. ഓക്കെ, നമുക്ക് 3 ബെഡ് എടുത്തേക്കാം. എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ വെക്കണ്ടി. ഓക്കെ, ഇങ്ങനെ വെച്ചേക്കാം. എന്നാലും അടിയിട്ടുണ്ടാവും ഇല്ലല്ലേ? ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല തോന്നുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് ചാടിയിരിക്കണം. അവിടെ എന്താവത്ത് നമ്മളെ വാട്ടർ ബക്കറ്റ് ഇല്ലേ? ഈ ഫാം ഉണ്ടാക്കുമ്പോൾ എന്തായാലും വാട്ടർ ബക്കറ്റ് കയ്യിലിരിക്കുക, കാരണം ആവശ്യം വരും. ഓക്കെ, എന്നിട്ടാണ് ഇരിക്കാൻ. ഇതല്ല അവിടെ അതെന്താ ഇരിക്കാൻ പറ്റാത്ത? പായ്. ഓക്കെ, ഇത് ഇങ്ങനെ അങ്ങോട്ട് കയറ്റി ബെഡിന്റെ. ഓക്കെ, അയൺ ഗോളം സ്പോൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് എങ്ങനെയെങ്കിലും ചാടണം. ഇത് പൊട്ടിച്ചാൽ കുളമാവോന്നാണ് എനിക്ക് പേടി. ഇങ്ങനെ ഇപ്പൊ ചാടുക? ഇത് പെട്ടെന്ന് പൊട്ടിച്ചിട്ടുണ്ടല്ലോ. ഇത് പെട്ടെന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതാക്കാം. അതായിരിക്കും നല്ലത്. പൊട്ടിച്ചവിടെ പെട്ടെന്ന് പൊട്ടിക്കുക, അപ്പം തന്നെ വയ്ക്കാം. ഓക്കെ, അതാണ് പണി. ഇവരാണെങ്കിൽ ഒരു വഴിക്ക് കിട്ടാവില്ല. അതാണ് പൊട്ടിക്കുക, അപ്പം തന്നെ ചാടുക, അത്രേ ഉള്ളൂ. റെഡി, 1 2 3. ഓക്കെ, ചാടുക, വെക്ക്. പോയി. നോ ഗൈസ്, സുഖം. ഇനി ഒന്നും കൂടി ചാടി, ഒന്നും കൂടി വന്നാൽ മതി. വന്നു. പൊട്ടി. ഇവനാണ് അടിച്ചു കൊണ്ടായിരുന്നു. കുറെ നേരെ ഇവിടെ നടക്കാൻ മതി. അവിടെ. അയ്യോ, അയൺകുളത്തിന്റെ എന്താ ചെക്കന്റെ ബുദ്ധി കണ്ട? അയൺകുളത്തിന്റെ അടുത്ത് പോയി. നമുക്ക് ബെഡ് ഇട്ടിട്ട് ഇവിടെ കിടക്കട്ടാ. ഇനി ഒരു പണി കൂടി ഉണ്ട്. മറ്റേ സംഭവം ഉണ്ടല്ലോ, സ്പോൺ ആവാതൊക്കെ വേണ്ടിട്ട് നമുക്ക് സൈഡിലൊക്കെ ഒന്ന് പാത്ത് ബ്ലോക്ക് ആക്കും. ഇവിടെയൊക്കെ പാത്ത് ബ്ലോക്ക് ആക്കണം. അയൺകുളം സ്പോൺ ആവുന്നുണ്ട്, പക്ഷെ വേറെ സ്ഥലത്താണ്. കാരണം ഇത് മറ്റേ പാത്ത് ബ്ലോക്ക് ആക്കിയാലേ ശരിയാവും.
നമുക്ക് അതും കൂടി ആക്കിയിട്ട് അവസാനം കാണാം. സോ നമ്മളിപ്പോ പാർട്ട് ബ്ലോക്ക് എന്തായാലും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ അങ്ങ് തള്ളിയിട്ടേക്കാം, ഇപ്പൊ ഉദ്ഘാടനം കഴിക്കാം. ഓക്കെ, നമ്മൾ ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് പാവം വർക്കാണ്. നമുക്ക് എത്ര 8 ഇവനും കൂടി എത്ര ഒരു 10, 14, 12 ആവുണ്ടോ. ഓക്കെ, സോ ഗൈസ് അയൺ ഫാം അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇത് ഇവിടെ ഉണ്ടാക്കണ്ടേയില്ല, എന്നാലും നമ്മൾ പിന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കി ഗൈസ്. നമ്മളെ ഫാംസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഭാഗത്തായിട്ട്, ഈ ഒരു വില്ലേജിന്റെ ഭാഗത്തായിട്ട് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ അടുത്ത് കടൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കണ്ടെത്തണം ഗൈസ്. എന്നാല് വേറൊരു സംഭവം ഉണ്ട്. ഓക്കെ, അത് കടലിൽ മാത്രം ഉണ്ടാവുന്ന ഒരു സാധനമാണ്. പിന്നെ അതൊരു സ്ട്രക്ചറാണ്, അത്രയ്ക്ക് പറയാനും. കടലിൽ എന്താണ് സ്ട്രക്ചർ, അവിടെ നമ്മളൊരു സംഭവം ഉണ്ടാകും ഒരു കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പോഴൊന്നും പറ്റില്ല, കാരണം നമ്മളതിലൊന്നുമില്ല, ഒരു ആർമറോ നല്ലൊരു ആർമറില്ല, ഒന്നുമില്ല. സോ നമുക്ക് അവിടെ ഒന്ന് പോകേണ്ടി വരും. എന്താന്നൊക്കെ നിങ്ങൾക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ അറിയാം. വരുന്ന എപ്പിസോഡ് എന്ന് വെച്ചാൽ ഒരു 10-20 എപ്പിസോഡൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അങ്ങോട്ട് പോവുക. സോ നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും പുതിയ ശവലം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെ അതും കൂടി ആക്കിയാൽ റെഡി ആവും തോന്നുന്നു. കുറച്ച് അയണമാണ്, ശവലം ഉണ്ടാക്കിയില്ലല്ലോ നമ്മൾ. അയൺ അവിടെ ഇതോടെ പൊട്ടിച്ചിട്ട് ഇവിടെ വയ്ക്കാം, എപ്പോഴും അങ്ങോട്ട് പോയിട്ട്. ഓക്കെ, നമുക്കൊരു ശവലം ഉണ്ടാക്കാം, ഒന്നും കൂടി ഉണ്ടാക്കാം. ഒക്കെ കൂടി ഇതായി വരുമ്പം കുറച്ചും കൂടി ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതും കൂടി ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ട്രീ ഹൗസ് ആണ് ഉണ്ടാക്കുന്നത്. സോ അതിനെ കുറിച്ച് നിങ്ങൾ പറയാം. സോ നമ്മൾ അയൺ ഫാം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഡയമണ്ട് ആർമറിന്റെ കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല. എമറാൾഡ് നമുക്ക് നല്ല കിട്ടും, കാരണം നമുക്ക് അയൺ ട്രേഡ് ചെയ്തിട്ട് നമുക്ക് എമറാൾഡ് ഒപ്പിക്കാൻ പറ്റും. ഇത് നമ്മൾ സ്റ്റാർട്ടർ അയൺ ഫാം കേട്ടാ. നമ്മൾ ഈ അയൺ ഫാം പൊട്ടിച്ചളയും, കാരണം ഇതിന്റെ ഒരു ആവശ്യമില്ല. നമുക്ക് വേണ്ടത് മെഗാ അയൺ ഫാം ആണ്. ഈ അയൺ ഫാം മാറ്റിയിട്ട് നമ്മൾ മെഗാ അയൺ ഫാം ഉണ്ടാക്കുന്നത് എപ്പോഴൊന്നും ആവശ്യമില്ല, കാരണം ഇപ്പൊ ഇതിന്ന് തന്നെ ധാരാളമാണ് നമുക്ക് അയണ്. മെഗാ അയൺ ഫാം ഉണ്ടാക്കിയാൽ ഇതിനേക്കാളും കൂടുതലാവും. അയ്യോ, ചത്തില്ല. നമുക്ക് ഇവനെയും കൂടി കൊന്നേക്കാം. അയൺ ഫാം അങ്ങനെ സെറ്റായി വർക്കാവുണ്ട് കേട്ടോ, അവിടെ വർക്കാവുണ്ട്. ഇവരെയും കൂടി കൊന്നാൽ പിന്നെ ഇവിടെ വേറെ അയണുകളൊന്നുമില്ല. സോ പിന്നെ ജാവ കളിക്കുന്നവർക്ക് അറിയാം, ആക്സിനാണ് കൂടുതൽ പവർ ഇവിടെ സോഡിനേക്കാളും. സോഡിന് എത്ര 7 എത്ര ഉള്ളു. പിന്നെ ആക്സിന് 9 അറ്റാക്കോ അങ്ങനെ എന്തോ നമ്മളുണ്ട്, അതാ തോന്നുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തില്. ആക്സ് നമ്മുടെ ബെഡ്റോക്ക് കളിക്കുന്നവർക്കാണെങ്കിൽ അറിയാം, ബെഡ്റോക്ക് സീനാണ് നമ്മുടെ സോഡിൽ നമുക്ക് ഭയങ്കര ഓപ്പിയാണ്. പക്ഷേ അതിൽ ആക്സ് അത്ര പവർ ഇല്ല തോന്നുന്നു എനിക്ക്. ആക്സ് അധികം ഉപയോഗിക്കാറില്ല, ഞാൻ സോഡനെ ഉപയോഗിക്കല്. എന്തായാലും നല്ല സംഭവമാണ്. നമുക്ക് ഈ ഒരു 20 ആയാണ് കൂടി ഇതിലോട്ടാക്കാം. 33 നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാനായിട്ടുണ്ട്, കാരണം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ നോക്കണ്ട മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കാരണം അത് എളുപ്പമാണ് ഉണ്ടാക്കാൻ. അയ്യോ അയ്യോ, ഇഞ്ചി അതെങ്ങനെയാണ് അവിടെ സ്പോണായി? ഓ, ഇവിടെ ബ്ലോക്ക് ഉണ്ട്. ഇവനെ പെട്ടെന്ന് കൊല്ലണം, കാരണം എന്തോ ഒരു അച്ഛനാണ് അവൻ ബോട്ട് കയറിയിരിക്കവേ. അല്ല, അയ്യോ എടാ, ഇതെന്താ അത്? കുറച്ചു നേരം അവിടെ വെക്കും, കുറച്ചു നേരം ഇവിടെ വെക്കും. അവിടെ സ്റ്റക്കായി. നമുക്ക് ഇവനെ കൊന്നേക്കാം, അല്ലെങ്കിൽ ഫുള്ള് കോളായി. പെട്ടെന്ന് നമുക്ക് ഇത് മറ്റേ ഗ്രാസ് ബ്ലോക്ക് ഇതാക്കുന്നു. ഓക്കെ, അപ്പൊ ശരി തന്നെയാണ് തോന്നുന്നത്. ഇവിടെ ബട്ടണും കൂടി വെക്കാണ്ട് ഈ ബട്ടൺ. ഓക്കെ, ഇനി ഇത് കേടാവില്ല. ഓക്കെ, ഇനി വർക്കാവും വിചാരിക്കുന്നു. അയൺ ബോളും കൂടി സ്പോൺ ആയാൽ നമുക്ക് സുഖമായിട്ട് വർക്കായെന്ന് പറയാം. ഓക്കെ, അവിടെ അയണുണ്ട്, എടുക്കാൻ പറ്റില്ല. ഓക്കെ, പോട്ടെ. നമുക്ക് ഇനി വർക്കായാൽ മതി. വർക്കാണ്ട്. ഓക്കെ, സോ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ നേരമായിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ സ്കിൻ എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയാം. പിന്നെ ഈ സ്കിൻ എങ്ങനെ ഇട്ടെന്ന് വെച്ചാൽ നമ്മൾ റിസോഴ്സ് പാക്ക് ഉണ്ട്, അത് വെച്ചിട്ടാണ്. സോ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം, നിങ്ങൾ കമൻറ്റ് ചെയ്യാണെങ്കിൽ ഞാൻ കൊടുക്കാം. ഓക്കെ, സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. സോ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ്
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതിൽ നല്ല അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ബൈ.